നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം സോറിയാസിസ് എന്ന രോഗത്തെപ്പറ്റിയാണ്. സോറിയാസിസ് എന്ന രോഗത്തെപ്പറ്റി പ്രധാനമായിട്ടും പറയുന്നത് ഇതൊരു ക്രോണിക് ഇൻഫ്ലമേറ്ററി ഓട്ടോ ഇമ്മ്യൂൺ ജനറ്റിക് ഡിസീസ് എന്നാണ്. അപ്പോൾ ഇത് 3 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി, ഓട്ടോ ഇമ്മ്യൂൺ, അതേപോലെ ജനറ്റിക്. അപ്പോൾ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ, അതായത് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന രോഗമാണ്. അതേപോലെ ഇതിന് ഒരു ജനറ്റിക് സംബന്ധമായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ സോറിയാസിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മിക്കവാറും രോഗികളിൽ ഒന്നുകിൽ കഴുത്തിൻ്റെ പിറകിലായിട്ട് താരൻ പോലെ അതിനേക്കാൾ കൂടുതൽ ചില ശൽക്കങ്ങൾ പോലെ ഇളകി വരുന്ന ഒരു കണ്ടീഷൻ. അതേപോലെ കൈമുട്ട്, കാലിൻ്റെ മുട്ട്, കാലിൻ്റെ വെള്ളൻ, അതേപോലെ ശരീരത്തിന് ഇടുങ്ങിയ ഭാഗങ്ങൾ, വയറിൻ്റെ അടിഭാഗത്ത്, നടുവിൻ്റെ പിൻഭാഗത്ത്, ഈ സ്ഥലങ്ങളിലൊക്കെ കട്ടി കൂടിയ പൊറ്റ പോലെ ചുവന്ന നിറത്തിലോ അതേപോലെ തന്നെ മൊരിഞ്ഞ് വെള്ളി നിറത്തിലൊക്കെ മൊരിഞ്ഞ് ഇളകി വരുന്ന, അതേപോലെ നീർവീക്കമൊക്കെ തൊലിയിലുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ചർമ്മരോഗത്തേക്കാൾ കൂടുതൽ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ സോറിയാസിസ് ഉണ്ടാകുന്ന കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും അതിന് പല കാര്യങ്ങൾ ട്രിഗർ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ അമിതമായ മദ്യപാനം, പുകവലി, കാലാവസ്ഥയിലുള്ള വ്യത്യാസം, ജീനിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ ടൈപ്സ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ സോറിയാസ് പല രീതിയിലുണ്ട്. അത് ഗട്ടേഡ് സോറിയാസ് എന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ പസ്റ്റുലാർ സോറിയാസ് ഉണ്ട്, എർത്രോഡെർമൽ സോറിയാസ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻവേഴ്സ് സോറിയാസ് ഉണ്ട്. ഇൻവേഴ്സ് സോറിയാസ് എന്ന് പറയുമ്പോൾ അത് നേരത്തെ പറഞ്ഞ നമ്മുടെ ശരീരത്തിന് ഇടുങ്ങിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കണ്ടീഷൻസ് ആണ്. അതേപോലെ ഈ പസ്റ്റുലാർ സോറിയാസും എർത്രോഡെർമൽ സോറിയാസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ക്രോണിക് കണ്ടീഷനാണ്. അതൊരു എർത്രോഡെർമൽ എന്ന് പറയുമ്പോൾ ശരീരം മൊത്തം വ്യാപിക്കുന്നത്. ചിലപ്പം ആൾറെഡി ഉള്ള സോറിയാസിസ് കണ്ടീഷൻസിനെ മറ്റു മരുന്നുകളുടെ ഉപയോഗമോ ഭക്ഷണത്തിലുള്ള താളം തെറ്റിയ ഉപയോഗമോ അതല്ലെങ്കിൽ ചില രാസവസ്തുക്കളുടെ അലർജിയൊക്കെ കാരണം വീണ്ടും ഇറിറ്റേറ്റഡ് ആകുമ്പോൾ ഇതൊരു ക്രോണിക് കണ്ടീഷനിലേക്ക് പോകുമ്പോഴാണ് ഈ പറഞ്ഞ പസ്റ്റുലാർ സോറിയാസ് അല്ലെങ്കിൽ എർത്രോഡെർമൽ സോറിയാസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഈ സോറിയാസിൻ്റെ ചികിത്സകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ ടി ഇൻഫ്ലമേറ്ററി സെൽസ് ഉണ്ട്. അപ്പോൾ ഈ സെൽസ് ഇതിൻ്റെ ഫംഗ്ഷനിലും പ്രൊഡക്ഷനിലുള്ള അബ്നോർമാലിറ്റിയും ഇത് നമ്മുടെ ത്വക്കിലുള്ള കോശങ്ങളിൽ ട്രിഗർ ചെയ്യപ്പെടുകയും, സാധാരണ ത്വക്കിലെ കോശങ്ങളുടെ പ്രോളിഫറേഷൻ 20 തൊട്ട് 30 ദിവസം വരെ ആണെങ്കിൽ ഇത് 2 തൊട്ട് 3 ദിവസം വരെ ട്രിഗർ ചെയ്യാൻ കാരണമാവുകയും ഈ പറഞ്ഞ നീർവീക്കത്തോടും പൊറ്റയോടും കൂടി സ്കിന്ന് തടിച്ച് ഒരു പൊറ്റ പോലെ ത്വക്കിൽ രൂപപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നേരത്തെ പറഞ്ഞു, അപ്പോൾ ഇതിന് ട്രിഗർ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമിതമായിട്ടുള്ള മദ്യപാനമായിരിക്കാം, പുകവലിയായിരിക്കാം, അതേപോലെ തന്നെ ചില തണുത്ത കാലാവസ്ഥകളുണ്ടാവാം, ക്ലൈമറ്റിലുള്ള വ്യത്യാസം ഉണ്ടാകും, ചില രാസവസ്തുക്കളുടെ ഇറിറ്റേഷൻസ് ഉണ്ടാകും, മുറിവുകളുണ്ടാകും, ഇൻഫെക്ഷൻസ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇതിനെ ട്രിഗർ ചെയ്യുന്ന കാരണങ്ങളായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആയുർവേദ ചികിത്സയിലേക്ക് വരുമ്പോൾ ആയുർവേദ ചികിത്സയിൽ സിത്മകുഷ്ഠം എന്നാണ് പറയുന്നത്. ഇപ്പോൾ സോറിയാസിന് ഈ പറഞ്ഞ സിത്മകുഷ്ഠത്തിൻ്റെ ചികിത്സയായിട്ട് ആയുർവേദത്തിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ആഹാരം, ഈ ട്രിഗേഴ്സിനെ ഒഴിവാക്കുക. ആഹാരം ആയാലും അതല്ല, ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന ട്രിഗേഴ്സ് ആണെങ്കിൽ ആഹാരം കറക്റ്റ് ചെയ്യുക, ഭക്ഷണം കറക്റ്റ് ചെയ്യുക, അതേപോലെ ചിട്ടയായ വ്യായാമം, അതേപോലെ തന്നെ മാനസിക കാര്യങ്ങൾ, സ്ട്രെസ് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സ്ട്രെസ് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ ഗട്ട് മൈക്രോബയോം ഡിസ്ബയോസിസ് എന്നൊരു കണ്ടീഷനുണ്ട്, നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീനുമായിട്ട് ബന്ധപ്പെട്ട് ഈ രോഗത്തിന് പ്രധാന കാരണമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജീനിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. നമ്മൾ ഫെബ്രുവരി 29 എന്നുള്ള ഒരു അപൂർവ രോഗങ്ങളുടെ ദിനമായിട്ട് മെഡിക്കൽ ആചരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ അപൂർവ രോഗങ്ങളിൽപ്പെട്ട ഒരു പ്രധാന കണ്ടീഷനാണ് ജനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ 46 ക്രോമസോമുണ്ട്, 25,000 ജീനുണ്ട്. ഈ ജീനിൽ ഏതെങ്കിലും ഒരു ജീനിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗട്ടിനെ അഫക്റ്റ് ചെയ്യാനുള്ള കാരണമാകുന്നു. ഈ ഗട്ടിലുള്ള ഗട്ട് മൈക്രോബയോമിൻ്റെ ഡിസ്ബയോസിസ്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർഗാനിസത്തിൻ്റെ, നാച്ചുറലായിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമായി തീരുകയും ഇത് ഈ പറഞ്ഞ ടി സെല്ലിനെ ട്രിഗർ ചെയ്യാനുള്ള കാരണമായി തീരുകയും ചെയ്യുന്നു എന്നൊക്കെ പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വൈസ് വേഴ്സും സംഭവിക്കാം. തിരിച്ചും ഗട്ട് മൈക്രോബയോമിൻ്റെ ഡിസ്ബയോസിസ് കാരണം നമ്മുടെ ജീൻസിലും വേരിയേഷൻസ് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളായിട്ടും പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്ഷൻ, അപ്പോൾ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് മൈക്രോബയോം ഡിസ്ബയോസിസ്, അതേപോലെ തന്നെ ജീനിലുള്ള വ്യത്യാസം, അതേപോലെ തന്നെ ടി സെൽസിലുള്ള അബ്നോർമൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇത് മൂന്നും ചേർന്ന ഒരു സൈക്കിൾ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുകയാണ് സോറിയാസിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സൈക്കിൾ കറക്ഷന് നമുക്ക് ഓട്ടോണോമിക് കണ്ടീഷനിലേക്ക് മാറുകയും ഇത് നമ്മുടെ ശരീരത്തിൽ
ഓരോ സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഇതൊരു സൈക്കിൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും സ്ലീപ്പ് കറക്ഷൻസ് ഒരു പ്രധാന ഘടകമാണ്. അതേപോലെ ശോധന ചികിത്സകൾ, ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സകൾ ഒരു പ്രധാന ചികിത്സയാണ്. അപ്പം പ്രത്യേകിച്ച് നമുക്ക് ബ്ലഡ് പ്രഷറിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ സൈക്കിളിൻ്റെ കറക്ഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ആൾറെഡി ഇങ്ങനെ ഒരു സൈക്കിൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറക്ഷന് വേണ്ടി, അതേപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനസിക സംബന്ധമായിട്ടുള്ള ചികിത്സകൾ, യോഗ, ധ്യാനം, അങ്ങനെയുള്ള ചികിത്സകൾ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഈ സൈക്കിളിൻ്റെ ഒരു മാറ്റം വരുത്തിയാലേ ഉള്ളൂ ഇതിൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ നമുക്ക് ഈ പറഞ്ഞ കട്ടുകൂടി പൊറ്റകളൊക്കെ മാറ്റാൻ വേണ്ടി ഉദ്വർത്തനം പോലുള്ള ചികിത്സകളൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി നേരത്തെ പറഞ്ഞു, ചില മരുന്നുകൾ ഇൻഫെക്ഷൻ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ കൂടുകയും നീർവീക്കമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടും ഡോക്ടർ ഉത്തരവാദിത്തത്തിൽ മാത്രമേ ഇത്തരം ചികിത്സകൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ എർത്രോഡെർമൽ സോറിയാസിസ് അങ്ങനെയൊക്കെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് സാധാരണയായിട്ടുള്ള കണ്ടീഷൻസ്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയും കണ്ടും വേണം അത്തരം രോഗങ്ങൾ ചികിത്സിക്കേണ്ടത്. അപ്പോൾ പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടി നേരത്തെ പറഞ്ഞ ഈ ഗട്ട് മൈക്രോബയോം തൊട്ട് ഉൾപ്പെടെയുള്ള അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ്, ജീൻ, ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു കറക്ഷനും പ്രധാനമായിട്ടും സോറിയാസിസ് പോലുള്ള ചികിത്സകൾ ആവശ്യമാണ്. അപ്പം ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആയുർവേദത്തിൽ ഇത്തരം ഡിസീസിന് ചികിത്സകളുണ്ട്. കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. എല്ലാവർക്കും ഒരു തിരുവോണദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ സോറിയാസിസ് എന്ന ഡിസീസിനെ പറ്റി ഉള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.